ഇതിനേക്കാൾ വലിയ മീനൊക്കെ ഏട്ടൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനും കിളി പോയൊരവസ്ഥയാണ്. ഇത് എന്ത് ചെയ്യുന്നുള്ളത്. കാരണം എനിക്ക് ഇത് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആകെ മൊത്തം കിളി പോയ അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, പൂമീൻ അങ്ങോട്ട് എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റാൻ നോക്കിട്ടോ. അപ്പോഴാണെങ്കിൽ അത് അതിൽ കയറുന്നില്ല കേട്ടോ ഗൈസ്. അങ്ങനെ അവിടുത്തെ ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റി നേരെ അതിൽ കയറ്റിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പൊരിക്കുകയും കറി വെക്കുകയും ചെയ്യാൻ നമ്മുടെ സൂത കേട്ടോ. വേഗം തന്നെ സൂതേൻ്റെ വാല് കഷ്ണം മാറ്റിയിട്ട് നന്നായിട്ട് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊരിക്കാൻ വേണ്ടി ഒരു അടിപൊളി മസാല ഉണ്ടാക്കണം. അപ്പോൾ വെളുത്തുള്ളി തീർന്നു പോയതുകൊണ്ട് ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു നല്ല മസാല ഉണ്ടാക്കിയിട്ട് വെറും 2 കഷ്ണം ഞാൻ പൊരിക്കുന്നുള്ളൂ കേട്ടോ. ഏട്ടനും ഞാനും മാത്രമായതുകൊണ്ട് അങ്ങനെ വട്ടത്തിൽ മുറിച്ച് നമ്മുടെ സൂതക്കുട്ടനെ എടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അത് വേഗം പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ മീൻകുട്ടന്മാർ അതിലേക്ക് ഇട്ടിട്ട് സിമ്മിൽ വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വരട്ടെ കേട്ടോ. കറിവേപ്പില ഇങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നല്ല രസമാണ് കറിവേപ്പില മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ. അപ്പോഴേക്ക് കറിയൊക്കെ കലക്കി വെച്ചിട്ട് വേഗം തന്നെ കറിക്ക് വേണ്ട മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂടി വെച്ച് അതും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഉപ്പേരി, മീൻ പൊരിച്ചത്, മീൻകറിയും ചോറൊക്കെ കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോൾ ബൈ ഗായ്സ്, നാളെ കാണാം.